അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിക്കാം. ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഭൂമിയിൽ നിസാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്ന് നരകിക്കുന്ന അനേകം വ്യക്തികൾ ഉണ്ട്. ആ കൂട്ടത്തിൽ കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോയ നിരപരാധികളും ധാരാളമുണ്ട്. എന്നാൽ യഥാർത്ഥ കുറ്റവാളികളിൽ ഏറെ പേരും ജയിലിൽ കിടക്കുന്നതിന് കാരണം അവർക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ ഗതി വരികയില്ലായിരുന്നു എന്ന് അവർക്ക് തന്നെ സാക്ഷ്യം പറയുവാൻ കഴിയും. എനിക്കറിയാവുന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യം ഇവിടെ പ്രസ്താവിക്കട്ടെ. തന്നെക്കാൾ ആരോഗ്യമുള്ള ഒരാൾ തന്നെ മർദ്ദിച്ചു. ആ വൈരാഗ്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഒരു കത്തി പോക്കറ്റിൽ സൂക്ഷിച്ചു. തന്നെ ഉപദ്രവിച്ച വ്യക്തിയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇദ്ദേഹത്തിന്. ഒരു ദിവസം അതിന് അവസരം ലഭിച്ചപ്പോൾ പുറകിൽ കൂടി ചെന്ന് അയാളെ കുത്തി വീഴ്ത്തി. വീഴുന്ന സമയത്ത് കുത്തിയ വ്യക്തി തൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ മർദ്ദിച്ചതിനുള്ള എൻ്റെ പ്രതികാരമാണ് ഇത്. മിനിറ്റുകൾക്കകം ആരൊക്കെയോ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. പോലീസ് വന്ന് കുത്തുകൊണ്ട വ്യക്തിയുടെ മൊഴിയെടുത്തു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ആ മൊഴി മരണമൊഴിയായി തീർന്നു. തൻ്റെ മരണത്തിന് മുമ്പേ കൊടുത്ത മൊഴിയിൽ ആരാണ് തന്നെ കുത്തിയതെന്ന് കൃത്യമായി പേരും അഡ്രസ്സും അയാൾ കൊടുത്തിരുന്നു. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ വ്യക്തി മരിച്ചു. എന്നാൽ അയാളെ കൊന്ന വ്യക്തിയെ അന്ന് തന്നെ പോലീസ് പൊക്കി അകത്തിട്ടു. എത്രമാത്രം അടിയും ഇടിയും പോലീസിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചു കാണുമെന്ന് നമുക്ക് ഊഹിക്കുവാൻ പോലും സാധിക്കുകയില്ല. കുത്തിയ വ്യക്തിയെ മരിച്ച വ്യക്തി 2-3 അടി കൊടുത്തു കാണും. അത് ക്ഷമിക്കുവാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രിയപ്പെട്ടവരൊരു കൊലയാളിയായി തീരുമായിരുന്നില്ല. അവൻ്റെ നല്ല ഭാവി നശിക്കുമായിരുന്നില്ല. സമൂഹം ഒരിക്കലും ഒരു കൊലയാളിയെ അംഗീകരിക്കുകയില്ല എന്ന് നാം ഓർക്കണം. ഈ സംഭവം കേൾക്കുമ്പോൾ നമുക്ക് ആ കൊലയാളിയോട് അല്പം പോലും സഹതാപം തോന്നുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവവചനമായ ബൈബിളിൽ യേശു കർത്താവ് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: സഹോദരനെ മൂട എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. ചുരുക്കി പറഞ്ഞാൽ, കത്തി കൊണ്ടൊരു വ്യക്തിയെ കുത്തി കൊലപ്പെടുത്തുമ്പോൾ ആ കൊലയാളി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അഗ്നി നരകമാണ് അയാൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ സഹോദരനെ മൂട എന്ന് വിളിക്കുന്ന വ്യക്തിക്കും അഗ്നി നരകമാണ് അയാൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ലഭിക്കുക എന്ന് സാരം. ദൈവസന്നിധിയിൽ കൊലപാതകം പോലെ തന്നെ ഭീകരമായ പാപമാണ് സഹോദരനെ മൂട എന്ന് വിളിക്കുന്നതും എന്ന് സാരം. അഗ്നി നരകം എന്നാൽ രാവും പകലും ഒരു സ്വസ്ഥതയുമില്ലാത്തതും ചാകാത്ത പുഴുവും കെടാത്ത തീയും ഉള്ളതും സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളതും തീയും ഗന്ധകവും കത്തുന്നതുമാണെന്ന് യേശു കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ അല്പം പോലും സമാധാനം ഉണ്ടാവുകയില്ല എന്നും യേശു കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊലപാതകന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ഭൂമിയിലുള്ള ഒരു ജയിലിലും നാം കേട്ട നരകത്തിലെ കഷ്ടതകൾ ഇല്ല എങ്കിലും ഭൂമിയിലെ ജയിലുകളിൽ കിടക്കുന്ന കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തികളോട് ചോദിച്ചാൽ അവർ പറയുക, ജയിൽവാസം അത്ര സുഖകരമല്ല എന്ന് തന്നെയാകും നിശ്ചയം. അങ്ങനെയെങ്കിൽ സഹോദരനെ മൂട എന്ന് വിളിച്ചും ബൈബിളിൽ പാപത്തിൻ്റെ പട്ടികയിൽ പെടുന്ന തെറ്റുകൾ ചെയ്തും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലുള്ള വാസം, അതും യുഗായുഗങ്ങൾ വസിക്കുന്ന വാസം എത്ര ഭീകരമായിരിക്കുമെന്ന് നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ നാം ചിന്തിക്കുകയാണ്. ഈ ഭീകരമായ സ്ഥലത്തേക്ക് നാം പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ സകല പാപവും ശാപവും സ്വന്തം ശിരസിൽ ചുമന്നുകൊണ്ട് ക്രൂശിക്കപ്പെട്ടത്. നാം നിത്യനരകത്തിൽ കിടന്നനുഭവിക്കേണ്ടിയിരുന്ന നരകയാതന കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് അനുഭവിച്ചു. നാം നമ്മുടെ പാപങ്ങളെ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും യേശു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപം ക്ഷമിച്ച ഹിമം പോലെ വെളുപ്പിക്കും. ദൈവം ആരെയും നരകത്തിൽ തള്ളിക്കളയുകയില്ല. പിന്നെയോ നാം പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ദാസന്മാരായി തീരുകയും
സാത്താൻ്റെ മക്കളും സാത്താൻ്റെ ദൂതന്മാരുമായി മാറുകയുമാണ് ചെയ്യുന്നത്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെ ദാസൻ തന്നെയാണ് സാത്താൻ്റെയും ദാസൻ. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ എന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, ദൈവത്തിൽ നിന്നും ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല എന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം, നമ്മുടെ മരണശേഷം നാം എവിടെ എത്തിച്ചേരുമെന്ന് തീരുമാനിക്കുവാൻ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിയും എന്നാണ്. ഇസ്രായേൽ മക്കളോട് യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചത്, ജീവനും മരണവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നാണ്. മരണത്തെ തിരഞ്ഞെടുത്താൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് ദൈവം തൻ്റെ ജനത്തെ പഠിപ്പിച്ചു. നാം കേട്ടതുപോലെ ഗന്ധകം കത്തുന്ന തീ പൊയ്കയാണ് മരണം തിരഞ്ഞെടുക്കുന്ന, അഥവാ വിശാലമായ നാശപാത തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ഓഹരി. രാവും പകലും ഒരു സ്വസ്ഥതയും അവിടെ ലഭിക്കുകയില്ല എന്ന് സാത്താന് വേണ്ടി നരകം ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജീവൻ അഥവാ ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിലും പാതയും തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്കുള്ള ഓഹരിയാണ് നാം മുൻപ് കേട്ട വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിലെ വാഗ്ദാനം. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇതാണ് ആ വാഗ്ദാനം. മരണത്തിന് ശേഷം വീണ്ടും ജീവിക്കുവാനും രാജാവാകുവാനും നമുക്ക് കഴിയുമോ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മെ നിർമ്മിച്ച് നമുക്ക് ജീവൻ തന്നവനാണ് ഈ വാഗ്ദാനം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് നാം മനസ്സിലാക്കുകയാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നുവെന്ന് ചില വ്യക്തികളെങ്കിലും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരം മണ്ണുകൊണ്ടുള്ളതാകയാൽ ശരീരത്തിന് വയസ്സാകും, ശരീരം ക്ഷീണിക്കും. എന്നാൽ നമ്മുടെ ആത്മാവ് മണ്ണിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. ഭൂമിയിലെ മണ്ണുമായി നമ്മുടെ ആത്മാവിന് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൽ നിത്യമായിരിക്കുന്നത് പോലെ തന്നെ ദൈവാത്മാവിൽ നിന്നും മനുഷ്യന് ലഭിച്ച ആത്മാവും നിത്യമാണ്. മനുഷ്യാത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, നശിക്കുവാൻ അതിന് കഴിയുകയുമില്ല. 120 വർഷം കഴിഞ്ഞാൽ ഒരു മനുഷ്യനും 121-ാം വർഷത്തേക്ക് കടക്കാറില്ല. കാരണം ദൈവം കൽപ്പിച്ചു, മനുഷ്യൻ്റെ ആയുസ് 120 സംവത്സരമാകും എന്ന്. 120 വയസ്സായതിനു ശേഷം നാം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്നും വേർപ്പെടും എന്നേയുള്ളൂ. നമ്മുടെ ശരീരം ഭൂമിയിലെ മണ്ണിൽ ലയിക്കും. എന്നാൽ നമ്മുടെ ആത്മാവ് 10,000 കോടി യുഗങ്ങൾ കഴിഞ്ഞാലും ജീവിച്ചിരിക്കും. എന്നാൽ എവിടെ ജീവിച്ചിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. 2 സ്ഥലം മാത്രമേ നമ്മുടെ ആത്മാക്കൾക്ക് നിത്യം ജീവിക്കുവാനുള്ളൂ. ഒന്ന് നിത്യനരകവും മറ്റേത് ദൈവം വസിക്കുന്ന സ്വർഗവും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മരണവും ജീവനുമാണത്. പാപത്തിൽ രസിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ആരായിരുന്നാലും അവരുടെ ഈ ഭൂമിയിലെ വാസത്തിന് ശേഷം അവരുടെ ആത്മാക്കൾ നിത്യനരകത്തിലും, യേശു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുകയും തൻ്റെ പാപങ്ങളെ യേശുവിനോട് മാത്രം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപം ചെയ്യാതെ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തി ആരായിരുന്നാലും ആ വ്യക്തിയുടെ ആത്മാവ് തൻ്റെ ഈ ഭൂമിയിലെ വാസത്തിന് ശേഷം ദൈവരാജ്യത്തിലും എത്തിച്ചേരുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ബൈബിളിലെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നന്മ, ദൈവമക്കളാകുവാനുള്ള അവസരവും എന്നേക്കും രാജാക്കന്മാരാകുവാനുള്ള ഭാഗ്യ പദവിയുമാകുന്നു. നിത്യനരകത്തിൽ നിന്നാണ് നാം അപ്പോൾ രക്ഷപ്പെടുന്നത്. ഭൂമിയിൽ ഒരു രാജാവിന് ജനിക്കുന്ന ഒരു കുഞ്ഞ് അന്ന് തന്നെ രാജാവായാലും 120 വർഷത്തിൽ കൂടുതൽ രാജാവാകുവാൻ കഴിയുകയില്ല. എന്നാൽ പാപം ചെയ്യാതെ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന രാജപദവി എന്നേക്കുമുള്ള രാജപദവിയാണ് എന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് ഉറപ്പ് തരുന്നു. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഇംഗ്ലണ്ടിലെ ഒരു ഡോക്ടറിനെ തേടി ഒരു മനുഷ്യനെത്തി. അയാളുടെ ഭാര്യയ്ക്ക് പ്രസവ സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടായെന്നും ഡോക്ടർ സഹായിക്കണമെന്നുമായിരുന്നു ആ വ്യക്തിയുടെ ആവശ്യം. ഡോക്ടർ അയാളെ നോക്കി. അയാളൊരു ദരിദ്രനാണെന്ന് മനസ്സിലാക്കി. തൻ്റെ ഫീസ് തരുന്നതിന് ഇയാൾക്ക് സാധിക്കുകയില്ല എന്ന് ഡോക്ടറിന് മനസ്സിലായി. പുറത്ത് കനത്ത മഞ്ഞുവീഴ്ചയുണ്ട്.
ഈ അർദ്ധരാത്രിയിൽ ഇയാളോടൊപ്പം പോകേണ്ടതില്ല എന്നായിരുന്നു ഡോക്ടറിന് ആദ്യം തോന്നിയത്. എന്നാൽ കടന്നു വന്ന വ്യക്തിയുടെ ദയനീയത കണ്ടപ്പോൾ മനസ്സിൽ അയാളോടൊപ്പം പോകുവാൻ ഡോക്ടർ തീരുമാനിച്ചു. ഡോക്ടർ കൃത്യസമയത്ത് ചെന്നതിനാൽ അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു. ആ കുടുംബം ഡോക്ടറിന് നന്ദി പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് വളർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തീർന്നു. ഡേവിഡ് ലോയിഡ് ജോർജാണ് ആ വ്യക്തി. ഡോക്ടർ ആവേശഭരിതനായി ഇപ്രകാരം പറഞ്ഞു: ആ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചപ്പോൾ ഒരു ഭാവി പ്രധാനമന്ത്രിയുടെ ജീവനാണ് ഞാൻ രക്ഷിക്കുന്നതെന്ന് കരുതിയില്ല. ഈ ഭാഗ്യ പദവിയിൽ എത്താത്ത വ്യക്തികളോട് നാം സുവിശേഷം പറഞ്ഞ് അവർ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ട യേശുവിനെ അനുസരിച്ചാൽ ഒരു വ്യക്തിയെ നരകത്തിൽ നിന്നും നാം രക്ഷിക്കുകയും ഒരു രാജാവിനെ നാം വാഴിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് ഓർക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ തന്നെ സമാധാനവും സന്തോഷവും മാന്യതയും ദൈവം നൽകും എന്നതിന് യാതൊരു സംശയവുമില്ല. തന്നെയുമല്ല, ദൈവത്തിൻ്റെ നടത്തിപ്പും കാവലും സഹിത്വവും ലഭിക്കുകയും ചെയ്യും. മരണശേഷം ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരുടെ ആത്മാവിനെ പിടിച്ചു വയ്ക്കുവാൻ മരണത്തിന് ദൈവം അനുവദിക്കുകയില്ല. തന്നെയുമല്ല, നാം രാജാക്കന്മാരായി യുഗായുഗം വാഴുകയും ചെയ്യും. നമ്മുടെ നാഥനായ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമായി അപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകും. ആകയാൽ നമ്മുടെ ശിഷ്ടായുസ് നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും മറ്റനേകം പാപികളെ യേശുവിന് വേണ്ടി നേടുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ അലയുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാന നദി പോലെ ഒഴുക്കി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. മക്കളില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കുഞ്ഞുങ്ങളെ അങ്ങ് നൽകി കൊടുത്ത് സഹായിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തണമേ. യൗവനക്കാരെയും ദുഷ്ടൻ്റെ കെണിയിൽപ്പെടാതെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.